ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇസ്മി നിഷ ഹരിദാസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മുറിച്ച് കഴിക്കുകയാണ്. നല്ല പഴുത്ത മാങ്ങ കേട്ടോ. ഒരു 6-7 മാങ്ങയേ ഉള്ളൂ. അപ്പോൾ അത് മുറിച്ചിട്ട് ഞാനും കുട്ടികളും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നാടൻ മാങ്ങയാണ്, അത്യാവശ്യം നല്ല രുചിയുള്ളൊരു മാങ്ങയാണ്. പഴുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ മുറിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണെണ്ണ പോവും. ആദ്യം എല്ലാവരും എത്തി. അപ്പോൾ ഞങ്ങൾ മുറിച്ചിട്ട് കഴിക്കാൻ പോകണം. മാങ്ങയൊക്കെ കാണുമ്പില്ലേ, ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയിലേക്ക് പോകും. ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ വീടിന് പുറത്തൊക്കെ നട്ടുപിടിപ്പിച്ചതല്ല, കാട്ടിലൊക്കെ വളർന്നു വരുന്ന മാങ്ങ, അതിലൊക്കെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ആ മാങ്ങ കഴിക്കാൻ. കുഞ്ഞു കുഞ്ഞു മാങ്ങയായിരിക്കും, ചപ്പിക്കുടിയ മാങ്ങ എന്നൊക്കെ പറയുന്ന മാങ്ങകളായിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഇപ്പോൾ കാണാൻ പോലില്ല. ആ മരങ്ങൾ പോലില്ല. ആ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ മാങ്ങ ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കിങ്ങനെ കാത്തുകൊണ്ടുണ്ട്. ഞാൻ വിചാരിച്ച് കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കുഴച്ചങ്ങോട്ട് തിന്നാന്ന്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, കാരണം ഞാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമാവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ ചെയ്തില്ല. ഡയറക്റ്റ് ഇങ്ങനെ മുറിച്ചിട്ട് ഞങ്ങൾ കഴിക്കേണ്ട ചെയ്തത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതേ ടൈമിൽ ഞങ്ങൾക്ക് കുറേ മാങ്ങ കിട്ടിയായിരുന്നു. മാങ്ങയുടെ സീസൺ വന്നപ്പോൾ ഒരുപാട് മാങ്ങ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പ്ലേസൊക്കെ മാറിയതിൻ്റെ പേരിൽ നമുക്ക് അധികം മാങ്ങൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളൊരു മാങ്ങ കുറച്ച് സംഘടിപ്പിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, കാത്തിരിക്കുന്നുണ്ടല്ലേ, 3 ആളിരുന്ന് കഴിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് കണ്ടില്ലേ, നല്ല കളറായിട്ട്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നാം വന്നിരിക്കുന്ന ചെറിയ വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോ കാണുമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ലൈക്കാണ്. അതെ, ആദ്യം ചെയ്യേണ്ടത് ലൈക്കാണ് ചെയ്യേണ്ടത്. നമ്മളെ സപ്പോർട്ടും ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലിൽ അടിക്കുകയും ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. ഓറഞ്ച് ചെയ്യണം. ഓക്കെ, ബാക്കി കാര്യം പറ. ബാക്കി ആദ്യം എൻ്റെ മുടി കണ്ടില്ലേ, മുടി മുറിച്ചു. വളരെ സോഫ്റ്റ് നെസ്റ്റ് പോലത്തെ മുടി. അങ്ങനെ കൊണ്ടൊന്നുമില്ലല്ലോ. മുടി വളരെ സ്മൂത്ത് മുടിയായിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല. ആദ്യം ഇപ്പോൾ എപ്പോഴാണ് ആദ്യം വന്നത്? ഇന്നലെ രാവിലെ അല്ല, 11-12 മണി ആയപ്പോഴേക്കും ആദ്യം വന്നു. ആദ്യം മുടിയൊക്കെ മുറിച്ചിട്ട് സുന്ദരിയായിട്ടുണ്ട്. എന്തായാലും മുടി മുറിച്ചത് നന്നായി അല്ലേ? ആദ്യം മുടി മുറിക്കുന്ന കാര്യം വലിയ താല്പര്യം ഉണ്ടായില്ല, പക്ഷെ മുറിച്ചത് നന്നായില്ലേ? എന്റെ മുഖത്തൊക്കെ നല്ല മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. കുട്ടികളുടെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം മുടി മുറിച്ചതിൻ്റെ സ്കൂളിൽ പോകുമ്പില്ലേ വേഗം രാവിലെ മുടി കിട്ടേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്താൽ പോരെ. അപ്പൊ ഇല്ലെങ്കിൽ എനിക്കും പണിയാവൂല്ലേ? അടുത്തൊന്ന് പറയാ. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാനുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ചാല്, എനിക്കൊന്നും പറയാനില്ല. മുടി മുറിച്ചപ്പോ എനിക്കൊരു സന്തോഷമുണ്ട്. മുടി മുറിച്ചപ്പോ ആ ചൂട് കിട്ടിയില്ല. അപ്പൊ മുടിക്ക് വേറെ എനിക്ക് മുടി കുഴഞ്ഞു പോവാതെ നിൽക്കാൻ ഞാൻ മുടി മുറിച്ച്. അപ്പൊ അല്ലെങ്കിൽ ഞാൻ മുറിക്കൂലായിരുന്നു. കുറച്ച് നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വേഗം പറയൂ കുട്ടി. എനിക്ക് ഈ മുടി മുറിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിട്ടില്ല. എന്നെ മുടി മുറിക്കാൻ കൊണ്ടുപോയത് അതുകൊണ്ട് ഞാൻ വളരെ സങ്കടത്തിൽ ആയിരുന്നു. അപ്പോ ഞാൻ കുറച്ച്
ഡിസ്കഷൻ വിട്ടിട്ട് മുടി ഡിസ്കഷൻ ഇട്ട ഡിസ്കഷൻ ഇതെന്താണ് അരച്ച് ആഹാ മുടി മുറിച്ചപ്പോ കുറച്ച് സാഡായിരുന്ന കുറച്ച് അടുത്ത് വന്ന് ഉറക്കെ പറയൂ. അതെ നീ പറ. എൻ്റെ അനിയൻ്റെയും കൂടി എൻ്റെ അനിയൻ്റെ തല്ല് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കൈകാലം കൊടുത്തിട്ടുണ്ട്. ആദ്യം 2 തല്ല് കിട്ടിട്ട് എന്റെ കണ്ണൊടിച്ചിരിക്കുന്നു. കണ്ണൊടിഞ്ഞിരിക്കുന്നു കണ്ണന്റെ കണ്ണൊടിച്ചിട്ട് കാണുന്നില്ല. ആദ്യത്തെ കാലും കൈ എടുത്തിട്ട് കാണില്ല. എന്റെ കാലും കൈ നോക്കുന്നുണ്ടോ? നല്ല സ്മീറ്റ് ആയിട്ടുണ്ട് അല്ലേ? എനിക്ക് ഇനി അമ്മ പറഞ്ഞ ഇന്നൊരു സന്തോഷ വാർത്ത വീഡിയോ ഉണ്ട്. അത് പറയാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മക്ക് ജോലി കിട്ടി. അതാണ് സന്തോഷം. കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത ആൾ പറയുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയമുണ്ട് അമ്മ പറയണമെങ്കിൽ. ഇനി എനിക്ക് കുറച്ച് ലേറ്റ് പറയാം. അപ്പൊ നീ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? ചെയ്ഞ്ഞോ? കുറച്ച് വെയിറ്റ് ചെയ്തോന്ന് പറഞ്ഞാൽ ചെയ്ഞ്ഞു എന്നാ പറയണത്. ഞാൻ ഇപ്പോഴാണ് നബുനെ ഉറക്കിയിട്ട് വന്നത്. സമയം 4:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങള് വീഡിയോയിലേക്ക് എന്താ പറയാ എന്ത് പറ്റി അപ്പൊ നമ്മള് കൈ വലിക്കല്ലേ. അപ്പോൾ ഗൈസ് നിങ്ങളുണ്ടായ മാങ്ങയൊക്കെ മുറിച്ചിട്ട് കഴിച്ച് അത്യാവശ്യം നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ അമ്മയെന്നും പറഞ്ഞിട്ടാണ് ആദ്യം വന്നത്. അപ്പോൾ ആദ്യം സംസാരിക്കണം, 2 വാക്ക് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ആദ്യക്ക് പറയാനുള്ളത് ആദ്യം പറഞ്ഞിട്ടാ. മുടി മുറിച്ച കാര്യവും ജോലി കിട്ടിയ കാര്യവും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് കുറേ അധികം പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു സെറ്റിങ്സ് മിസ്റ്റേക്ക് ആയിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അധികം ഒന്നും പറയാനും പോയില്ല. പിന്നെ കാര്യമായിട്ട് അവൾക്ക് എന്തോ പറയാനുള്ളത് കൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതെ ഇരുന്നതും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയണതൊന്നും വ്യക്തമായിട്ട് കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആ ഒരു ആഡിയോ അങ്ങോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞു വിശേഷങ്ങളാണ് ഇപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പരമാവധി ഇനി എന്താ പറയുക ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി വലിയൊരു ആഗ്രഹമുണ്ട്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് കണ്ടുമുട്ടാം. ഇനി ലൈഫിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ, ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യും. കാരണം പുതിയ പുതിയ വിശേഷങ്ങൾ ഉണ്ടാവും. അപ്പോൾ എല്ലാം ഷെയർ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം ഇതുവരെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള വ്ലോഗും കാര്യങ്ങളാണ്. അതൊക്കെ എനിക്കിഷ്ടം തന്നെയാണ്. പക്ഷേ ഒരു എന്താ പറയുക, എന്നും പോയിട്ട് ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന ആ ഒരു ഇത് വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു. നമ്മൾ നാളെ ഒരു വീഡിയോ ഇടും, നല്ല നല്ല ബ്ലോഗ്. ഇനി നമ്മൾ നല്ലോണം നാനും അമ്മയും കൂടി ചേർന്നിട്ട് ബ്ലോഗ്. നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. നാനും അമ്മയും കണ്ണനും നബുവും എല്ലാവരും കൂടി എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യേണ്ടേക്കും അമ്മ. ഈ വീഡിയോ നിങ്ങൾ നല്ലോണം കാണേണ്ടതാണ്. ഈ വീഡിയോ മളവിമിട്ട്